ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നെഞ്ചു വിങ്ങാതെ ഈ കാഴ്ച കണ്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല. ബംഗളൂരു BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു ആദിത്യൻ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഹോസ്റ്റൽ മുറിയിൽ ആദിത്യനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 പേരുള്ള റൂമിലാണ് ആദിത്യൻ താമസിച്ചിരുന്നത്. കൂടെയുള്ളവർ കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കോളേജ് അധികൃതർ കുടുംബത്തെ വിവരം അറിയിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നത്. സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെ. ആദിത്യൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ സംഭവം നടന്നതിൻ്റെ ഉച്ചയ്ക്ക് ഒരു 12:30 മണിയോടുകൂടി ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജ്യോതി ചേച്ചി ലയ ചേച്ചിയാണ് വിളിച്ച് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ എൻ്റെ മകന് ഒരു ആക്സിഡൻറ്റ് പറ്റി, കോളേജിൽ നിന്ന് അങ്ങനെ വിളിച്ച് പറഞ്ഞു എന്ന് മാത്രമേ അറിയാവൂ. എന്ത് കാരണമാണെന്ന് അവരും അറിയിച്ചിട്ടില്ല. പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് വരണം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം ചേച്ചിയുടെ കോളേജിൻ്റെ പേര് ചോദിച്ചപ്പം അത് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരു പ്രവർത്തനം വിളിച്ച് ചോദിച്ചു ആ കോളേജിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അങ്ങനെ കോളേജിൻ്റെ പേര് കിട്ടി. അപ്പം കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു, നമ്പർ എടുത്ത് ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ചായിരുന്നു. ഇതേപോലെ ആദ്യത്തിൻ്റെ റിലേറ്റീവാണ്, എന്താണ് അവിടെ നടന്നത് സംഭവം കാര്യം എന്ന് പറയാമോ? അപ്പോൾ അവരാദ്യം പറഞ്ഞു അത് വേറെ വിഷയമൊന്നുമല്ല, നമ്മളെ ഭാഗത്ത് വേറെ തെറ്റൊന്നുമില്ല, സംഭവിച്ചിട്ടില്ല. ഞാൻ കാര്യം എന്താണെന്ന് പറയും, എന്താണ് ഇപ്പം നിലവിലെ സിറ്റുവേഷൻ, ആദ്യത്തെ എന്ത് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞ് സൂയിസൈഡായിരുന്നു, ഡെത്തായി. അപ്പോൾ എന്ത് കാര്യം, നല്ലൊരു കുട്ടിയായിരുന്നു, പഠിക്കുന്നവരുടെ ക്ലാസ് ലീഡറായിരുന്നു, അവൻ വേറൊരു ശീലമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ അവൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ എന്ന് പോലും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഇത് ക്ലാസ്സിൽ പറഞ്ഞത്, എനിക്ക് അസൈൻമെൻറ്റ് എഴുതാറുണ്ട്, നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നോളാം എന്നാണ് അവൻ പറഞ്ഞിട്ട് കൂട്ടുകാരത്ത് പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൺഫേം ചെയ്തതിന് ശേഷം അതായത് ഇവരിവിടെ നിന്ന് തിരിച്ചു അവിടെ എത്താൻ വേണ്ടി അവർക്ക് ഒരു ബാക്കപ്പ് സപ്പോർട്ടിന് വേണ്ടി അവിടെ ആരും ഇല്ലായിരുന്നു നിലവിൽ. അങ്ങനെയായിരുന്നു ഞാൻ നമ്മുടെ അരുവിക്കര NDA സ്ഥാനാർത്ഥിയെ മത്സരിച്ച വിവേക് ഗോവനെ ബന്ധപ്പെട്ടു. വിവേക് ഗോവൻ വഴി അവിടെയുള്ളൊരു BMSൻ്റെ സംഘടനയിലുള്ളൊരു ചേട്ടൻ്റെ നമ്പർ കിട്ടി, പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി വഴി അവിടെ വിശ്വബോധി ഫൗണ്ടേഷൻ എന്ന അതിലെ കണ്ണൻജിയും പിന്നെ RSSൻ്റെ ക്ഷേത്ര പ്രചാരകരായിരുന്ന ഹരീഷ് കുമാർജിയും ബന്ധപ്പെട്ടു. അവർ വഴിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം അതായത് രാവിലെ ആയപ്പോൾ പിന്നെ അവർ ഇത് മാറി. അതായത് ഇത്രയും നാൾ നല്ല കുട്ടിയായിരുന്നു പറഞ്ഞ പ്രിൻസിപ്പാൾ പിന്നെ റിപ്പോർട്ട് കൊടുത്തത് അവൻ്റെ ഡ്രഗ് അഡിക്റ്റാണ്, അവനവിടെ ലവ് ഫെയിലിയർ ഉണ്ട്, അവൻ ബാക്കിയുള്ള കൂട്ടുകാർക്കും ഒത്ത് അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയി. അങ്ങനെ ഈ കണ്ണൻജി എന്ന് പറഞ്ഞ പുള്ളി അവിടുത്തെ നമ്മളെ VC വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി കർണാടക വൈസ് ചാൻസലറിനെ ബന്ധപ്പെടുകയും ബന്ധപ്പെട്ടപ്പോൾ അവർക്കും കോളേജിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ഇത് തന്നെയായിരുന്നു. അപ്പം 100% ഇത് തെറ്റാണെന്ന് ഞാൻ പുള്ളിയെ ബോധിപ്പിച്ചു. പിന്നീട് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് പിന്നെ, അതായത് നല്ല കുട്ടിയായിരുന്ന പയ്യൻ ആദിത്യൻ എത്ര പെട്ടെന്ന് മോശക്കാരനായി എന്ന് അവർ ആ സ്കൂൾ അധികൃതർ ചിത്രീകരിച്ചു. അതായത് വേറൊന്നുമല്ല, DK ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്നൊരു, അതായത് പുള്ളിയുടെ പേരിലുള്ള കോളേജല്ല, പുള്ളിയുടെ അളിയൻ്റെ പേരിലുള്ള കോളേജാണ്. എന്നാൽ പോലും ആ കോളേജിൽ പോലും പുള്ളിയുടെ DK ശിവകുമാറിൻ്റെ ഫോട്ടോ വെച്ചാണ് അഡ്മിഷൻ എടുക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം. ആ പേര് ബ്രാൻഡ് നെയിം ഉദ്ദേശിച്ചാണ് അവർ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പം അവിടെ എന്തും ചെയ്യാം, DK ശിവകുമാറിൻ്റെ കോളേജ് ആയതുകൊണ്ട് വേറൊരു വിഷയമില്ല, അവിടെ എന്ത് നടന്നാലും. കഴിഞ്ഞ വർഷം അതായത് 2025 അവിടെ 16 സൂയിസൈഡാണ് നടന്നത്. അതിൽ 60% മലയാളികളാണ്, അതിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. ഈ വർഷം 3ാമത്തെ സൂയിസൈഡാണ് അവിടെ ആ കോളേജിൽ നടന്നിട്ടുള്ളത്. അത് ആദ്യത്തെ സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രണയ നിരാശയായിരുന്നു, ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ചാടി ആത്മഹത്യ ചെയ്തതാണ്. ഇവൻ ഇപ്പോൾ ഈ ഒരു കേസ്
ആദ്യത്തിൻ്റെ കേസാണ് മൂന്നാമത്തെ കേസ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ വളരെയധികം മോശമായി, അതായത് അവിടുത്തെ പിന്നീട് അന്വേഷിച്ച് വന്നപ്പോൾ ഒരു അധ്യാപകൻ്റെ, അതായത് ആ കോളേജിലെ അധ്യാപകനും അതേപോലെ തന്നെ ആ വാർഡനുമായിരുന്ന സന്ദീപ് പാണ്ഡെ എന്നൊരു അധ്യാപകനെ പറ്റിയുള്ളൊരു നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് കേട്ടു. അപ്പം അതും അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഏറെക്കുറെ അത് ശരിയാണെന്ന് അവിടെ നിന്നവർക്ക് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോളേജ് ഈ ഒരു നിലപാട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ശിവകുമാറിൻ്റെ കോളേജാണ്, അവർക്കൊരു മോശം സംഭവിക്കാൻ പാടില്ല. കാര്യം ഈ 16 സൂയിസൈഡ് നമ്മളിപ്പോൾ ഈ വിശ്വഭാരതി ഫൗണ്ടേഷൻ എന്ന വഴിയാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല, മീഡിയയിലൊന്നും കണ്ടിട്ടില്ല ഈ ഇത്രയും സൂയിസൈഡ് ആ കോളേജിൽ നടന്നിട്ടുള്ള കേസ്. എന്നിട്ട് പോലും കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും അവിടെ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കുട്ടികൾ അത്രയും സഹികെട്ടാണ്. അവർക്ക് ഈ കേരളത്തിൽ തന്നെ ഈ ജനറൽ നേഴ്സിംഗ് മാത്രമേ ഉള്ളൂ. BSc നേഴ്സിംഗ് വളരെ കുറവായത് കൊണ്ടായിരിക്കും ബാംഗ്ലൂർ തേടി ഇവിടെയുള്ള ഒരുപാട് കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം എങ്ങനെയെങ്കിലും 3 വർഷം ചവിട്ടി പിടിച്ച് നിന്നാൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് സഹിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്. ഈ കുട്ടികൾക്കെല്ലാം പേടിയുമുണ്ട്. അവരെല്ലാം പല മുഖാന്തരം ഇവിടെ ബന്ധപ്പെട്ടു. കാര്യം ഇങ്ങനെയൊക്കെയാണ്, അവിടെ ഇങ്ങനെ ടോർച്ചറിങ് ഉണ്ട്, പക്ഷെ നമുക്കതൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവന് തന്നെ ആപത്താണ് എന്ന രീതിയിൽ അവർ തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു മാഫിയ, എന്തെന്ന് പറയാൻ, അപകടകരമായ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസമാണ്. എന്നാൽ പോലും വിദ്യാഭ്യാസത്തിനെതിരെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ലഹരി പദാർത്ഥങ്ങളായ പോലും ഈ ആദിത്യൻ്റെ കേസ് തന്നെ, ഈ ആദിത്യൻ്റെ കൂട്ടുകാർ ലഹരി ഉപയോഗിക്കുന്നത് അവിടുത്തെ സാറ് കണ്ടതുകൊണ്ട് ആദിത്യൻ ഇത് പറയണം, ആരാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്, അതായത് ഈ കൂട്ടുകാർക്ക് ഇത് ആരാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് ആദിത്യൻ പറഞ്ഞു തരണം. ഇല്ലാത്ത പക്ഷം ആദിത്യനെ ഇതിൽ ഉൾപ്പെടുത്തും എന്ന് ഈ സന്ദീപ് പാണ്ഡെ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അവൻ അമ്മയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ അവർ ഈ സന്ദീപ് പാണ്ഡെ സാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നീ ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, എന്നാൽ പോലും പക്ഷേ നീ എനിക്കിത് ആരാണെന്ന് കാണിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇതിൽ ഉൾപ്പെടുത്തും, നീയും ഇതിലൊരു അംഗമാണെന്ന രീതിയിലേ കാണത്തുള്ളൂ എന്നൊക്കെ ഒരു മാനസിക വിഷമം അവനുണ്ടായി കാണും. ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും അവൻ ആത്മഹത്യയിലേക്കും പോയത്. എന്തായാലും അവൻ നല്ല രീതിയിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. അവനെപ്പറ്റി നാട്ടിൽ ആരടുത്ത് വേണോ അന്വേഷിക്കാം. യാതൊരുവിധ ദുശീലമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു വിദ്യാർത്ഥിയാണ് അവൻ. അപ്പം അവൻ്റെ വിഷമത്തിലാണ് നാട് മുഴുവൻ എല്ലാവരും. എന്തായാലും ഇതിനൊരു നടപടി, അതായത് ഈ ഫൗണ്ടേഷൻ രീതിയിൽ കണ്ണൻജിയും ഹരികൃഷ്ണകുമാർജിയും എല്ലാവരും കൂടെ ഇതൊരു 3-4 ദിവസം കഴിയുമ്പം ഇതിനൊരു റിപ്പോർട്ട് കിട്ടും, പോസ്റ്റർ റിപ്പോർട്ട് കിട്ടും. അത് കിട്ടിയതിന് ശേഷം ഈ നാർക്കോട്ടിക് സെല്ലിനും അതിനും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കർണാടക ഗവർണർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിന്മേൽ കേന്ദ്രത്തിലൊരു അന്വേഷണവും അവർ പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഒരു ടീം എന്തായാലും ഈ വീട്ടിൽ വന്ന് ഈ ആദിത്യൻ്റെ വിഷയത്തിനെ അവതരിപ്പിക്കും എന്നൊരു ഉറപ്പും അവർ തന്നിട്ടുണ്ട്. എന്താണെങ്കിൽ പോലും ഇതിന് നീതി കിട്ടുന്നവരെ നമ്മളെല്ലാവരും അതിനുവേണ്ടി പോരാടും. എന്തായാലും വേറൊരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല.